ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നാസ്ഫോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും ബഡ്ജറ്റ് ലെവലിൽ നല്ലൊരു അടിപൊളി സ്മാർട്ട് വാച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 1099 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് സ്മാർട്ട് വാച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട നമുക്ക് ഇന്നലെ വീഡിയോയിൽ പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. ബീറ്റ് എക്സ്പി എന്ന കമ്പനിയുടെ മാർവ് നിയോ എന്ന സ്മാർട്ട് വാച്ചാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മാർട്ട് വാച്ച് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ ടെസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇതാണ് നമ്മുടെ മാർവ് നിയോ സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ് വരുന്നത്. ഇവിടെ മാർവ് നിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ സാധിക്കും. മെയിനായിട്ടുള്ള രണ്ട് ഫീച്ചർ എന്ന് പറയുന്നത് ഹെഡ് റേറ്റും ഇതൊക്കെ ഒരു ഇതം സ്മാർട്ട് വാച്ചിലൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് AI വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് വരുന്നത്. നമുക്ക് സ്മാർട്ട് വാച്ച് ഒന്ന് പുറത്തോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് വരുന്നത്. ഇത് കൃത്യമായി മനസ്സിലാവുണ്ടെന്നറിയില്ല. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ ബോക്സിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ചാർജിങ് അഡാപ്റ്റർ ഒന്നുമില്ല, ചാർജിങ് കേബിളാണ് വരുന്നത്. USB ആണ് വരുന്നത്. USB അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മൊബൈലിൻ്റെ ചാർജറൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ മാഗ്നറ്റാണ്. മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നേരെ ഇതിൽ ഒട്ടി പിടിക്കുന്നത് എതിർദിശയിലാണ്, അതുകൊണ്ടാണ് ഒട്ടാത്തത്. നേരെ തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് തന്നെ ഇത് ആകർഷണം ചെയ്ത് ഇതിൽ പിടിച്ച് നിൽക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ഇതിലോട്ട് അറ്റാച്ച് ആകുന്നുണ്ട്, മാഗ്നറ്റ് ഉള്ളത് കൊണ്ട് തന്നെ. മൊബൈലിൻ്റെ ചാർജറിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൊബൈലിൻ്റെ ചാർജർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ലാപ്ടോപ്പിൻ്റെ USB പോർട്ടിലൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിൽ വേറെ ചെറിയ ബോക്സും കൂടി ഉണ്ട്. ഇത് ബീറ്റ് എക്സ്പിയുടെ ഒരു വൗച്ചർ കാർഡാണ്. അതായത് നിങ്ങൾക്ക് ബീറ്റ് എക്സ്പിയുടെ മറ്റുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 500 രൂപ വരെ ലാഭിക്കാൻ സാധിക്കുന്നതാണ്. 500 രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഒന്ന് അതാണ്. മാർവ് നിയോ എന്ന ആപ്പിൻ്റെ QR കോഡാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് ബീറ്റ് എക്സ്പിയുടെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആപ്പിളിൻ്റെയൊക്കെ സ്റ്റിക്കർ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗോപ്രോ, അങ്ങനെ പല സാധനത്തിന് സ്റ്റിക്കേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ബീറ്റ് എക്സ്പിയുടെ സ്റ്റിക്കേഴ്സാണ്. നിങ്ങൾക്ക് എവിടെയൊക്കെ ഒട്ടിച്ച് വെക്കണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. ഇതാണ് വാറണ്ടി കാർഡ്. സ്മാർട്ട് വാച്ചിൻ്റെ വാറണ്ടി കാർഡ് ഇതാണ്. കൂടെ കിട്ടിയ കാര്യങ്ങളൊക്കെ അത്ര തന്നെ. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സ്മാർട്ട് വാച്ച് ഒന്ന് ഓണാക്കാം. ഒന്ന് ഓണാക്കി നോക്കാം. അതായത് ഈ സൈഡിൽ കാണുന്ന ഈ ബട്ടൺ അമർത്തി പിടിക്കുക. ഇപ്പോൾ ഇത് ഓണായി വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ അടിച്ചൊക്കെ വളരെയധികം കുറവാണ്. പിന്നെ നമുക്കിനി ഇതിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി എക്സസൈസ് കോണ്ടാക്റ്റൊക്കെ നിങ്ങൾക്ക് ഇതിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ലീപ്പ്, എത്ര ടൈം നിങ്ങൾ ഉറങ്ങി എന്നുള്ളത്, ഇത് കൈ കെട്ടി ഉറങ്ങുകയാണെങ്കിൽ എത്ര ടൈം നിങ്ങൾ ഉറങ്ങിയെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് റേറ്റ്, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കെട്ടാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലഡ്, ഓക്സിജന് അതൊക്കെ കയ്യിൽ കെട്ടിയാലേ കാണിക്കുള്ളൂ. ബ്ലഡ് പ്രഷറൊക്കെ ഇതിൽ നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂസിക് ഇതിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. വെതർക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യണം. ഇതിന് ആപ്പ് ഉണ്ട്, ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യണം. അല്ല, അതിന് മുകളിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെയും കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. വാൽപ്പേപ്പർ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൽ ലോങ് പ്രസ് ചെയ്യാം.
എന്നിട്ട് ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വാൾപേപ്പേഴ്സ് ഇതിലുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും വാൾപേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ QR കോഡ് സ്കാനർ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പൺ ഇൻ ബ്രൗസർ എന്നുള്ളത് കൊടുക്കുക. ശേഷം ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ നെയിം കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുക്കുക. മൊബൈൽ നമ്പറും കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് ആപ്പ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വാച്ച് ഫേസസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫേസ് കൊടുക്കാനായിട്ട് കസ്റ്റം വാച്ച് ഫേസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗാലറി എന്ന് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ ക്യാമറ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഗാലറി എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കൊടുത്ത ഫോട്ടോ അതിൽ സിങ്ക് ആവുകയാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ വാച്ചിൽ ഞാൻ കൊടുത്ത ആ ഫോട്ടോ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ ഫേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ അതിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഷട്ടർ ഉണ്ട്. അതുപോലെ ഷട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെ ഒരു ഷട്ടറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ മൊബൈൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വാച്ചിൽ ക്യാമറ എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കും. കണക്ട് ചെയ്യാനായിട്ട് ബ്ലൂടൂത്ത് ഓൺ ആക്കുക, എന്നിട്ട് കണക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി കണക്ട് ആവും. ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഇതുമായിട്ട് കണക്ട് ആവുന്നതാണ്. ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഓൾറെഡി നിങ്ങൾ എത്ര സ്റ്റെപ്പ് നടന്നുണ്ടാവും, അതുപോലെ എത്ര കിലോമീറ്റർ നടന്നുണ്ട്, അതുപോലത്തെ കലോറി, അതുപോലെ നിങ്ങളുടെ ഹെഡ് റേറ്റ്, അങ്ങനെ ബ്ലഡ് പ്രഷർ ഒക്കെ ഇതിൽ കാണിക്കുന്നതാണ്. പിന്നെ ഇതിലൊരു കാർട്ടിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അതുപോലെ BTXPയുടെ മറ്റുള്ള പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത്. മറ്റുള്ള പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ആപ്പിനെ കുറിച്ച് പറയാൻ ഇത്ര തന്നെ ഉള്ളൂ. IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് എൻ്റെ വാച്ച് ഇറക്കി വെക്കാൻ പോവുകയാണ്. 1099 രൂപയുടെ വാച്ചാണ്. ഒരു നല്ല വൈബ്രൻസ് ഉള്ളൊരു വാൾപ്പർ വെക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഇതിന് ടച്ച് വർക്കാവുന്നൊന്നുമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ഇറക്കി വെച്ച് പുറത്ത് എടുത്തിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് വർക്കാവുന്നൊക്കെ ഉണ്ട്. വർക്കാവുന്നതിന് കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അടിച്ചു പോകുന്ന സമയം കഴിഞ്ഞു. കാരണം ഇതിനുള്ളിലോട്ട് വെള്ളമൊക്കെ കയറി ഇത് ഷോർട്ട് ആവേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൽ അത്രയും ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇറക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇപ്പോൾ കുറച്ച് നേരം വെച്ച് നോക്കുക അതിലൂടെക്ക് വെള്ളം കയറുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ ഓണായി തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ലൈറ്റ് ഓഫായതാണ്. അല്ലാണ്ട് വാച്ചിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്കിത് പുറത്തെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഓണാക്കി നോക്കാം. പുറത്തെടുത്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, വർക്കിംഗ് ആണ്. കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഒക്കെ വർക്കാവുന്നുണ്ട്. ബാക്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ ലൈറ്റ് ഇടയ്ക്ക് കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ലൈറ്റ് ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഏകദേശം ഇപ്പോൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ഡേയ്സൊക്കെ നമുക്ക് ചാർജ് നിൽക്കുന്നതായിരിക്കും. ഒരു നോർമൽ യൂസറാണെങ്കിൽ ഒരു 5 ദിവസമൊക്കെ ചാർജ് നിൽക്കും. അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് നല്ല കോളിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ദിവസമൊക്കെ ചാർജ് നിൽക്കത്തുള്ളൂ. കമ്പനി പറയുന്നത് 7 ദിവസമാണ്. എന്തായാലും നിങ്ങളൊരു നോർമലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും 5 ദിവസം എന്തായാലും കിട്ടും. എനിക്ക് ഏകദേശം 5 ദിവസം എന്തായാലും എനിക്ക് ചാർജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൈമ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഇതിൻ്റെ ലുക്ക് എന്ന് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഒരു ബോക്സി ടൈപ്പും അതുപോലെ തന്നെ ഒരു ചെറിയ കർവായിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട്. നമ്മൾ കയ്യിലൊക്കെ ധരിച്ച് കഴിഞ്ഞാൽ കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ലുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും നല്ല ലുക്ക് ഉണ്ട് കയ്യിലിങ്ങനെ കെട്ടുന്ന സമയത്ത്. അപ്പോൾ ഈ സ്മാർട്ട് വാച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വാച്ച് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൈസ് പല സമയത്തും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ചില സമയത്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. നല്ലൊരു
ബെറ്റർ പ്രൈസിൽ ലഭിക്കുമ്പോൾ നിങ്ങൾ വാങ്ങുക. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 1099 രൂപക്കാണ്. അപ്പോൾ ആ ഒരു റേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അത് പല സമയത്ത് വരാറുണ്ട്. ഞാനങ്ങനെ നോക്കി വെച്ചതായിരുന്നു. ഞാൻ ഫസ്റ്റ് നോക്കിയ സമയത്ത് 1399 രൂപ ഏതാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഒരു ഓഫറായിട്ട് കണ്ടു 1099. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാങ്ങിയായിരുന്നു. എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു പ്രൈസിൽ കാണുന്ന സമയത്ത് ബൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് കമന്റ് ചെയ്യാം. നല്ലൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ.